ലഹരി ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് ബൈബിളിലോ ഖുറാനിലോ പറയുന്നില്ല. കഞ്ചാവ് കഴിച്ചിട്ട് ആർക്കും ഒരു പ്രശ്നവുമില്ല. കഞ്ചാവ് വലിക്കുന്നവർ സൈലന്റാണ്. ആരും ആക്രമണം നടത്താറില്ല. കോട്ടയത്ത് ലഹരിയുമായി പിടിയിലായ യുവാവ് പോലീസിനോട് പറഞ്ഞ ന്യായങ്ങളാണിത്. പള്ളിക്കത്തോട് പോലീസ് പിടികൂടിയ സ്റ്റെഫിൻ ദേവസ്യ ആള് ചെറിയ കക്ഷിയൊന്നുമല്ല കേട്ടോ. ഈ മേഖലയിലെ പ്രധാന ലഹരി കച്ചവടക്കാരനാണ്. പോലീസ് ഉദ്യോഗസ്ഥനെ ഇയാൾ ഇങ്ങനെയാണ് ഉപദേശിക്കുന്നതെങ്കിൽ സാധാരണ കുട്ടികളെ എങ്ങനെയായിരിക്കും ലഹരിയുടെ കെണിയിൽപ്പെടുത്തുക? നമ്മുടെ നാട്ടിലെ മക്കളോട് സ്നേഹത്തോടെ പറയട്ടെ, ഇതുപോലുള്ള പൊള്ളവാക്കുകൾ കേട്ട് വിശ്വസിക്കരുതേ. ബൈബിളിലും ഖുറാനിലും സർക്കാർ മദ്യം വ്യഭിചാരം ചൂതാട്ടം മദ്യം വ്യഭിചാരം ചൂതാട്ടം. അപ്പൊ ഈ മയക്കുമരുന്നിന് കുഴപ്പമില്ലേ? മയക്കുമരുന്ന് ഇത് പെടുത്തിയതല്ലേ രാജീവ് ഗാന്ധി സർക്കാർ 1985 പ്രതിയെ പിടികൂടിയാൽ മാത്രം പോരാ, അവരുടെ ഉപദേശം കൂടി കേൾക്കണം. അതും കഞ്ചാവിനെ കുറിച്ചും മറ്റ് മയക്കുമരുന്നുകളെ കുറിച്ചും. കോട്ടയം പള്ളിക്കത്തോട് പോലീസിനാണ് ഇങ്ങനെ ഒരു ദുർവിധി നേരിടേണ്ടി വന്നത്. ശാസ്ത്രീയമായും മതപരമായും എല്ലാം ദുർവ്യാഖ്യാനം നടത്തി പോലീസിനെ ഉപദേശിക്കുകയാണ് കഞ്ചാവ് കേസ് പ്രതിയായ സ്റ്റെഫിൻ ദേവസ്യ. ബൈബിളിലും ഖുറാനിലും സർക്കാർ മദ്യം വ്യഭിചാരം ചൂതാട്ടം മദ്യം വ്യഭിചാരം ചൂതാട്ടം. അപ്പൊ ഈ മയക്കുമരുന്നിന് കുഴപ്പമില്ലേ? മയക്കുമരുന്ന് ഇത് പെടുത്തിയതല്ലേ രാജീവ് ഗാന്ധി സർക്കാർ 1985 ബ്രൗൺ ഷുഗറും മറ്റു കാര്യങ്ങളും ഹാഷ്ലോയിൽ ബ്ലഡ് ക്യാൻസറിന്റെ മരുന്ന് ഇപ്പോഴും സാറിന് വേണം അന്വേഷിച്ചു. കോട്ടക്കൽ ആരോഗ്യശാലക്കാർക്കും അപ്പൊ ഇത് കുഴപ്പമില്ല. നിങ്ങൾ പറയുന്നത് ഇതാണ് പ്രശ്നം എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇത് വലിച്ചിട്ട് ആരും ഒരു പ്രശ്നമൊന്നുമില്ല. സാറിന് സംശയം ചോദിക്കുക. എന്റെ കസ്റ്റമർ വേണം ലൈഫ് സീക്രട്ട് ഇത് വലിച്ചിട്ട് ആരും ഒരിക്കലും നിങ്ങൾ കഞ്ചാവ് കൊടുക്കുന്ന നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഇങ്ങനെ ആക്കി. ഇതിന്റെ പേര് കനാബിന് നീലത്തരൻ. അത് പറയുമ്പോൾ ആർക്കും കിട്ടില്ല. കഞ്ചാവിന്റെ ഇഞ്ചാ വന്നല്ലേ വിഷയം. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ തന്റെ കസ്റ്റമേഴ്സിനെ വിളിച്ച് സ്പീക്കർ ഫോണിലിട്ട് കേൾപ്പിക്കാമെന്ന് വരെ സ്റ്റെഫിൻ പോലീസിനോട് പറയുന്നുണ്ട്. എന്നാൽ കേൾപ്പിക്കെന്ന് പോലീസ് പറഞ്ഞെങ്കിലും അതിന് വഴങ്ങിയില്ല. നിങ്ങൾ ഈ ഫോൺ വെച്ചിട്ട് നിങ്ങൾ കസ്റ്റമറെ വിളിച്ചിട്ട് ഇതിന്റെ മെച്ചം എന്ന് പറഞ്ഞു ഞാൻ സ്വാഭാവിക അങ്ങനെ പറയുള്ളൂ. ഇപ്പം കഞ്ചാവ് വലിക്കുന്ന ആരാണ് സൈലന്റാന്ന് പറയുന്നത്. കഞ്ചാവ് വലിക്കുന്നവർ സൈലന്റാ, ആരും ആക്രമണം കാണിക്കത്തില്ല. കിട്ടിയില്ലെങ്കിൽ ദേഷ്യം. സാറിന് ശരിക്കും സമ്മതിച്ചു. ഇത് കിട്ടിയില്ല ദേഷ്യം. അതാണ് ഇതിന്റെ മദ്യം നേരെ പിടിച്ച് മദ്യം അടിക്കുമ്പോൾ ദേഷ്യം ഇല്ലെങ്കിൽ സൈലന്റ്. ഏതായാലും സാധാരണക്കാരായ കുട്ടികൾക്കിടയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് കഞ്ചാവ് വിപണനം എന്നതാണ് ഞെട്ടിക്കുന്നത്. ഇവരുടെ കെണിയിൽ കുട്ടികൾ വീഴാതിരിക്കാൻ ഇപ്പോൾ നടത്തുന്ന ബോധവൽക്കരണമൊക്കെ പോരാതെ വരും. ന്യൂസ് 18 കോട്ടയം.